ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിൻ്റെ വിഷയം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ മിഡീവൽ പീരീഡ് അവസാനിച്ചിട്ടില്ല. മിഡീവൽ പീരീഡിൽ പറയാൻ ബാക്കി വെച്ച കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി ഇവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് the role played by medieval universities in the field of art, literature, astronomy, mathematics and also in theology. ഇത്രയും വിഷയങ്ങളെ അവരുടെ യൂണിവേഴ്സിറ്റീസ് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തുവെന്നും അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളമാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിലും അതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിലും അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അതെങ്ങനെ നിഴലിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം. അപ്പോൾ എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റികളുടെ ആവശ്യം വന്നു എന്നുള്ളതും പിന്നീട് ആദ്യമുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയെന്നും അതിനെ തുടർന്ന് വന്ന യൂണിവേഴ്സിറ്റികളിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയെന്നുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് യൂണിവേഴ്സിറ്റികളാണ്, ഒന്ന് ബൊളോഗ്നയും മറ്റൊന്ന് യൂണിവേഴ്സിറ്റി ഓഫ് പാരീസും. ബൊളോഗ്നയും പാരീസും രണ്ടും ഫ്രഞ്ച് ഒറിജിനാണ്, ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പഠിപ്പിക്കുന്ന വിഷയങ്ങളെ കുറിച്ചിട്ട് ഇവിടെ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഗ്രാമർ ഉണ്ട്, ലോജിക് ഉണ്ട്, റെക്ടറിക് ഉണ്ട്, അരിത്തമെറ്റിക് ഉണ്ട്, ജോമെട്രി ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ആസ്ട്രോണമി ഉണ്ട്. ഇത്രയും വിഷയങ്ങളാണ് ഇവർ പാഠ്യ വിധേയമാക്കിയിരുന്നത്. അതിലൂടെ അവരെല്ലാത്തിനെ പറ്റിയും പറഞ്ഞു പോവും. ഇതിൽ തിയോളജി പറഞ്ഞിട്ടില്ല. തിയോളജി പറയുന്നുണ്ട്, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ഓഫ് പാരീസ് വരുമ്പോൾ അവിടുത്തെ ഒരു ടോപ്പിക്കായിരുന്നു തിയോളജി. ദൈവവിശ്വാസം പരിശീലിക്കേണ്ടത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു. ഇന്നൊരു പക്ഷേ പ്രീസ്റ്റ് ആവാനായിട്ട് പഠിക്കുന്നവർ, അച്ഛന്മാരാവാനായിട്ട് പഠിക്കുന്നവരായിരിക്കും ഏത് വിഷയം കൈകാര്യം ചെയ്യുക, തിയോളജി എന്ന് പറയുന്ന വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം അത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പെർട്ടിക്കുലർ പീപ്പിൾ ആൻഡ് പെർട്ടിക്കുലർ സൊസൈറ്റി. അത് പഠിക്കാൻ വേണ്ടി മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗം അല്ലെങ്കിൽ ചില ആളുകൾ ആ വിഷയം പഠിക്കുന്നു. ബാക്കിയുള്ളവർക്കൊക്കെ പഠിക്കാനുള്ള വിഷയങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളതും അതിലേക്ക് ലീഡ് ചെയ്ത പ്രധാന കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫെയ്ത്ത് ടു റീസൺ. നമ്മൾ എന്തിനാണ് വിശ്വസിക്കുന്നത്, എന്താണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, ഇതാണ് അവരുടെ മെയിൻ ടോപ്പിക്ക്. അവരുടെ ചർച്ചാ വിഷയം ഇതാണ്. നമ്മൾ എന്തിനു വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തിന് എന്താണ് കാരണമുള്ളത്, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് അവർ ഫെയ്ത്ത്. നമ്മളിങ്ങനെയാണ് ജനിച്ചപ്പോൾ തൊട്ട് വിശ്വസിക്കുന്നത്, അപ്പം അതങ്ങനെ തന്നെ എന്ന് പറയുന്ന രീതിയിൽ നിന്ന് മാറി പുതിയതായിട്ട് എന്തെങ്കിലും എന്നുള്ള ഒരു രീതിയിലേക്കുള്ള പുനർവിചിന്തനമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കുകളിലൂടെയും ഈ ഭാഗത്തിലൂടെയും ഒന്ന് കടന്നു പോവാം. ചാപ്റ്റർ 3, ന്യൂ ട്രെൻഡ്സ് ഇൻ മിഡീവൽ ഇംഗ്ലണ്ട്, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, റോൾ ഓഫ് യൂണിവേഴ്സിറ്റീസ്. Intellectual life of Western Europe in the Middle Ages was closely connected with the increased contact with Byzantium and with Islamic world in Muslim-dominated Spain and Sicily. രണ്ട് രാജ്യങ്ങളിൽ ക്രിസ്ത്യാനിറ്റിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ മറികടന്നുകൊണ്ട് മറ്റൊരു മതം മെജോറിറ്റിയിലേക്ക് കടന്നു വരികയാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ്, ഒന്ന് സിസിലിയും മറ്റൊന്ന് സ്പെയിനും. സ്പെയിനൊക്കെ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് ഒരു മുസ്ലിം ഡോമിനേഷൻ അവിടേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. ദ ക്രൂസൈഡ്സ് ആൻഡ് റീകോൺക്വസ്റ്റ മീൻസ് റീകോൺക്വസ്റ്റ് ഓഫ് മുസ്ലിം സ്പെയിൻ ബൈ ദ ക്രിസ്ത്യൻ കിങ്ഡം ഓഫ് യൂറോപ്പ്. യൂറോപ്പിലെ മറ്റ് ക്രിസ്ത്യൻസ് കൂടിയിട്ട് മുസ്ലിമൈസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇസ്ലാമൈസ് ചെയ്യപ്പെട്ട സ്പെയിനിനെ തിരിച്ചു പിടിക്കുന്നതാണ്
റീകോൺക്വസ്റ്റ എന്ന് വിളിക്കുന്നത്, അലൗഡ് യൂറോപ്യൻ ടു സീക്ക് ആൻഡ് ട്രാൻസ്ലേറ്റ് ദ വർക്ക് ഓഫ് ഗ്രീക്ക് ആൻഡ് ഇസ്ലാമിക് ഫിലോസഫേഴ്സ് ആൻഡ് സയൻറ്റിസ്റ്റ്, എസ്പെഷ്യലി അരിസ്റ്റോട്ടിൽ. സോ ആ ഒരു കാലഘട്ടം കൃത്യമായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അരിസ്റ്റോട്ടിൽ ഉൾപ്പെടെയുള്ളവരുടെ കൃതികൾക്ക് ലഭിച്ചിരുന്ന പ്രാധാന്യമാണ്. പ്രത്യേകിച്ച് ഗ്രീക്ക് തത്വചിന്തകന്മാരായിട്ടുള്ളവരുടെ കൃതികളെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം, അതുപോലെ തന്നെ ഇസ്ലാമിക് വേർഷനിലുള്ള കൃതികളും അല്ലെങ്കിൽ ഇസ്ലാമിക് ഫിലോസഫേഴ്സ് പറയുന്ന കാര്യങ്ങളെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് പഠിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. കത്തീഡ്രൽ സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് സ്റ്റാർട്ടഡ് ടു ഡെവലപ്പ് with young men proceeding to study the trivium and quadrivium. In medieval universities, the trivium comprised 3 subjects that were taught first. അപ്പോൾ 2 കാറ്റഗറി ആയിട്ടാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ നടക്കുന്നത്. ഒന്നാമത്തേതിൽ ട്രിവിയം എന്ന് പറയുന്ന ഒരു വിഭാഗവും രണ്ടാമത്തേതിൽ ക്വാഡ്രിവിയം എന്ന് പറയുന്ന രണ്ടാമത്തെ സെഗ്മെൻറ്റുമാണ് പഠിക്കേണ്ടത്. 2 സെഗ്മെൻ്റായിട്ട് വിഷയങ്ങളെ തരംതിരിച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ ആദ്യം പ്രീ സ്കൂൾ സ്റ്റേജിൽ നിന്നും പിന്നീട് സ്കൂൾ സ്റ്റേജിൽ നിന്നും ഹയർ സെക്കൻഡറിയിൽ നിന്നും ഡിഗ്രി എന്നൊക്കെ പറയുന്ന പോലെ ഇവർ 2 വിഭാഗമായിട്ട് സബ്ജക്റ്റുകളെ തിരിച്ചിരിക്കുകയാണ്. അതിൽ ഡ്രിവിയം എന്ന് പറയുന്ന ആദ്യത്തെ സെഗ്മെൻറ്റിൽ പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ് ഗ്രാമർ, ലോജിക് ആൻഡ് റെക്ടറിക്. ഗ്രാമർ എന്താണെന്നറിയാം, ലോജിക്കും എന്താണെന്നറിയാം. ഒരു കാര്യത്തെ ഒന്നുമായിട്ട് ബന്ധപ്പെടുത്തി എന്തുകൊണ്ടങ്ങനെ, അതൊരു റീസണിങ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. ലോജിക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഒരു വസ്തുവിനെ കാണുന്നു. വാട്ട് ഈസ് ദ ലോജിക് ബിഹൈൻഡ് ഇറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം, നമ്മളുടെ കണ്ണിലേക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ പ്രകാശം തട്ടി ആ പ്രകാശം പ്രതിഫലിച്ച് നമ്മളുടെ കണ്ണിലേക്ക് എത്തി, അത് നമ്മളുടെ റെറ്റിനയിൽ അതിൻ്റെ ഒബ്ജക്റ്റിനെ തലകീഴായിട്ടുള്ള ദൃശ്യം കാണിച്ച് അത് നമ്മുടെ മെമ്മറിയിലേക്ക് എത്തി അത് നമ്മൾ ഇന്നതാണ് എന്ന് മനസ്സിലാക്കും. അല്ലെങ്കിൽ ഇതൊരു ബുക്കാണ് എന്ന് തിരിച്ചറിയുന്നതിൻ്റെ കാരണം ഇതിൽ വെളിച്ചം തട്ടുന്നതുകൊണ്ടാണ്, ആ വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് പ്രതിഫലിക്കുന്നതുകൊണ്ടാണ്. ഇതാണ് ലോജിക്ക് എന്ന് പറയുന്നത്. അടി കിട്ടിയാൽ കുട്ടികൾ കരയുന്നു എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താ? അടി കിട്ടുമ്പോൾ ആ കുട്ടിക്ക് വാൻ എടുക്കുന്നു, വാൻ എടുത്ത് ആ കുട്ടിക്ക് അറിയുന്നു, ആ കുട്ടിക്ക് അറിയാവുന്ന കാര്യം ചെയ്യുന്നു. സിമ്പിൾ ലോജിക്കാണത്. അതുപോലെ ലോകത്തുള്ള കാര്യങ്ങളെ ലോജിക്കൽ സെൻസിലൂടെ മനസ്സിലാക്കാനുള്ള പ്രാപ്തി കൈവരുത്തുന്നതിനെയാണ് ലോജിക് എന്ന് പറയുന്നത്. റെക്ടറിക് എന്താണെന്ന് നമുക്കറിയാം. റെക്ടറിക് എന്ന് പറഞ്ഞാൽ പ്രാസംഗിക കല എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ പ്രസംഗം എന്നാണ് അർത്ഥം. നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരിക്കും, ജേർണലിസത്തിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, അരിസ്റ്റോട്ടിൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അഥവാ റെക്ടറിക് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു മോഡലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ മോഡലിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്പീക്കർ, സ്പീച്ച്, ഓഡിയൻസ്, 3 കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടാണ് റെക്ടറിക് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അരിസ്റ്റോട്ടിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഒരു പ്രതിഫലനമാണ് റെക്ടറിക് എന്ന് പറയുന്ന വിഷയം ഇവരുടെ പാഠ്യ വിഷയമായിട്ട് കടന്നു വരാനുണ്ടായ സാഹചര്യം. ഇനി ഇറ്റ് കൺസിസ്റ്റഡ് ഓഫ് അരിത്തമെറ്റിക്, നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്വാഡ്രിവിയം. ഇറ്റ് കൺസിസ്റ്റഡ് ഓഫ് അരിത്തമെറ്റിക്, ജോമെട്രി, മ്യൂസിക് ആൻഡ് astronomy and was considered preparatory work for the serious study of philosophy and theology. രണ്ടാമത്തെ സെഗ്മെൻറ്റിൽ പഠിക്കുന്നു അരിത്തമെറ്റിക്, ജോമെട്രി, മ്യൂസിക്, astronomy. 3 വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ആ 3 വിഷയങ്ങളും നോക്കൂ. അരിത്തമെറ്റിക് നമുക്ക് ആവശ്യമാണ്, ജോമെട്രി നമുക്ക് ആവശ്യമാണ്. മാത്തമാറ്റിക്കൽ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് അത് രണ്ടും വേണം. മ്യൂസിക് അന്നത്തെ കാലത്തുള്ള ഏക എൻ്റർടൈൻമെൻറ്റുമാണ്. ഒപ്പം തന്നെ അവരതിനൊരു പഠന വിഷയമായിട്ട് ഒരു പാഠ്യ ശൃംഖലയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ദെൻ astronomy, വാനനിരീക്ഷണവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും അതിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും. കാരണം അന്നത്തെ ഒരു കാലഘട്ടം ഏറ്റവും കൂടുതൽ വാനനിരീക്ഷണത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്ന കാലഘട്ടമാണ്. ഈ 2 സെഗ്മെൻറ്റും ഡ്രിവിയവും ക്വാഡ്രിവിയവും രണ്ടും പഠിച്ചു കഴിഞ്ഞ ആൾക്കാർക്കാണ് അല്പം കൂടി ടഫായിട്ടുള്ള വലിയൊരു സിലബസിലേക്ക് കടക്കാൻ പറ്റുള്ളൂ, ഫിലോസഫിയിലേക്കും തിയോളജിയിലേക്കും. തിയോളജി ദൈവശാസ്ത്രമാണ്, ഫിലോസഫി സിദ്ധാന്തങ്ങളാണ്, അല്ലെങ്കിൽ എന്താ പറയുക മനഃശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാര്യത്തെ അതിൻ്റെ റൂട്ട് ടു ടോപ്പിലേക്ക് കീറി മുറിച്ച് പഠിക്കുന്നതിനെയാണ് ഫിലോസഫി എന്ന് പറയുക. സിദ്ധാന്തമാണ്.
അപ്പോൾ ആ ഫിലോസഫിയും തിയോളജിയും മനസ്സിലാവണമെങ്കിൽ ആദ്യത്തെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഇത് രണ്ടും കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ അത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Scholasticism was a fusing of philosophy and theology by 12th and 13th century that tried to employ a systematic approach to truth and reason. അതാണ് ഞാൻ പറഞ്ഞത്. റീസണും ഉണ്ട്, ട്രൂത്തും ഉണ്ട്. ട്രൂത്തിൻ്റെ പ്രാധാന്യം എന്താണ് സത്യം എന്നാണ് ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്തിനെ കുറിച്ചിട്ടായാലും ഏതൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും ആദ്യം അറിയേണ്ടത് എന്താണ് സത്യമെന്നാണ്. സത്യം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് അറിയേണ്ട കാര്യം എന്തുകൊണ്ട്, വാട്ട് ഈസ് ദ റീസൺ, അതറിയണമല്ലോ. ഒരു കാര്യം സത്യമാണെന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ട് സത്യമായി എന്ന് പറയാൻ പറ്റണം. അവിടെയാണ് ദൈവശാസ്ത്രത്തിൽ വളരെ പ്രഗത്ഭമായിട്ടുള്ള ചില കണ്ടെത്തലുകളും പല കോൺഫ്ലിക്റ്റുകളും നിലനിൽക്കുന്നത്. ദൈവമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ദൈവം എങ്ങനെയാണ്, എന്താണ് എന്ന് പറയാനായിട്ട് പറ്റണം. അവിടെയാണ് ആശയവൈരുദ്ധ്യം വരുന്നത്. അതിനാണ് കൂടുതൽ തിയോളജിക്കലായിട്ടുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത. അതാണ്. അപ്പോഴാണ് ദൈവത്തെ കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റുക. ഞാൻ ദൈവമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. ആ ട്രൂത്തിന് എനിക്കൊരു റീസൺ പറയാൻ പറ്റണം. അങ്ങനെ ലോജിക്കും റീസണിങ്ങും ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനശാഖയിലേക്ക് ഇംഗ്ലണ്ടിലെ ആളുകൾ കടന്നു വന്നു എന്നുള്ളതാണ് വലിയൊരു മാറ്റമായിട്ട് കണക്കാക്കുന്നത്. ദിസ് മെത്തേഡ് ഓഫ് ക്രിട്ടിക്കൽ തോട്ട് ദാറ്റ് ഡോമിനേറ്റഡ് ടീച്ചിങ് by the academic of medieval universities in Europe about 1100 to 1700. Thomas Aquinas, a prominent Italian priest, was an immensely influential philosopher and theologian in the tradition of scholasticism. During the 11th century, development in the philosophy and theology led to increased ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി. ഇവിടെ കൃത്യമായിട്ട് തിയോളജിയും അതുപോലെ തന്നെ ഫിലോസഫിയും മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ കുറേ ഇൻ്റലക്ച്വലായിട്ടുള്ള ചിന്തകളിലേക്കും ഒപ്പം തന്നെ പുതിയ ചില ദിശാബോധങ്ങളിലേക്കും ഇംഗ്ലണ്ടിലെ സൊസൈറ്റി വഴിമാറാനായിട്ട് തുടങ്ങി. അതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു ഇറ്റാലിയൻ പ്രീസ്റ്റാണ് തോമസ് അക്യുനാസ്. ആ പേര് നിങ്ങൾ പലതവണ കേട്ടിട്ടുള്ളതായിരിക്കും. The intellectual problems discussed throughout this period were the relation of faith to reasoning. Faith to reason ആണ്. വിശ്വാസമുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ത് എന്നും കൂടി കണ്ടെത്തണം. എന്നാൽ മാത്രമേ അത് അടിസ്ഥാന സത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പാടുള്ളൂ. അല്ലാത്ത പക്ഷം അതിനെ വിശ്വാസം എന്ന് വിളിക്കാനായിട്ട് പറ്റില്ല. വിശ്വസിക്കണമെങ്കിൽ അതിന് കാരണം വേണം. അതാണ് ഫെയ്ത്ത് ടു റീസൺ. ആ ഒരു ചിന്തയിലേക്കും അത്തരത്തിലൊരു വിമർശനാത്മകമായിട്ടുള്ള പഠനത്തിലേക്കും അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലെ ജനങ്ങൾ കടന്നു വന്നു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. ദി എക്സിസ്റ്റൻസ് ആൻഡ് സിംപ്ലിസിറ്റി ഓഫ് ഗോഡ്, ദി പർപ്പസ് ഓഫ് തിയോളജി ആൻഡ് മെറ്റാഫിസിക്സ്, രണ്ടിൻ്റെയും ആവശ്യകതയെക്കുറിച്ചും ദൈവമെന്ന് പറയുന്ന ആളുടെ നിലനിൽപ്പിനെ കുറിച്ചൊക്കെയുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ, വിമർശനാത്മകമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയപ്പോൾ അത് വലിയൊരു പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചു. ഫിലോസോഫിക്കൽ ഡിസ്കോഴ്സ് വാസ് സ്റ്റിമുലേറ്റഡ് ബൈ ദ റീഡിസ്കവറി ഓഫ് അരിസ്റ്റോട്ടിൽ. ഹിസ് വൈഡ് റേഞ്ചിങ് വർക്ക്സ് ഇൻഫ്ലുവൻസ്ഡ് മിഡീവൽ ഫിലോസഫി, തിയോളജി, സയൻസ് ആൻഡ് മെഡിസിൻ. അന്നത്തെ കാലഘട്ടത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത റൈറ്റർ അല്ലെങ്കിൽ തിങ്കറാണ് അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിൻ്റെ തിയറികളിൽ നിന്നാണ് സയൻസിലേക്കും തിയോളജിയിലേക്കും മെഡിസിൻസിലേക്ക് വരെ വേണ്ടത്ര കോൺട്രിബ്യൂഷൻ നൽകാൻ അരിസ്റ്റോട്ടിലിന് സാധിച്ചു. ഡ്യൂറിങ് ദിസ് ടൈം മെനി വർക്ക്സ് ഓഫ് അരിസ്റ്റോട്ടിൽ were translated into Latin. Aristotle's emphasis on empiricism and rationalism had great influence on scholastic philosophers of medieval Europe. Scholars such as Peter Abelard and Peter Lombard introduced Aristotelian logic into
തിയോളജി. തിയോളജിയെ മാറ്റി നിർത്തിക്കൊണ്ട് അരിസ്റ്റോട്ടിൽ പഠിപ്പിച്ച ലോജിക്ക് പഠിക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രണ്ട് വ്യക്തികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അരിസ്റ്റോട്ടീലിയൻ ലോജിക് എന്ന പേരിൽ ഒരു പാഠ്യശാഖ തന്നെ രൂപീകരിച്ചെടുത്തു. അങ്ങനെയാണ് അരിസ്റ്റോട്ടിൽ ഇത്രമേൽ പ്രാധാന്യമുള്ളൊരു വ്യക്തിയായിട്ട് പിൻകാലത്ത് അറിയപ്പെടുന്നതിൻ്റെ കാരണം. അദ്ദേഹം കണ്ടെത്തിയ ലോജിക്കുകളും അദ്ദേഹം അതിന് റീസൺ ചെയ്ത കാര്യങ്ങളും എങ്ങനെയാണ് അതിൻ്റെ കാരണം, എന്താണ് അതിൻ്റെ കാരണമെന്ന് അദ്ദേഹം പറയും. അത്തരത്തിലുള്ള റീസണിങ് എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളതും പഠന വിഷയമാക്കണമെന്നായിരുന്നു രണ്ടു പേരുടെ ആവശ്യം. അവരതിന് ഒരു അരിസ്റ്റോട്ടീലിയൻ ലോജിക് എന്ന പേരിൽ ഒരു പുതിയ സബ്ജക്റ്റായിട്ട് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. The groundwork for the rebirth of learning was also led by the process of political consolidation and centralization of the monarchies of Europe, especially during the reign of Charlemagne and Otto I. Charlemagne's inclination towards education led to the establishment of many new church and schools. ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട രണ്ട് ആളുകളായിരുന്ന രണ്ട് ഭരണകർത്താക്കളായിരുന്ന ചാൾമെഗനും ഒട്ടോമൻ എംപയറിലെ ഒട്ടോ വണ്ണും ചേർന്നുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? യൂറോപ്പിൽ ഒരു പുതിയ രീതിയിലുള്ള പഠന ശൃംഖലയ്ക്ക് തുടക്കം കുറിക്കണമെന്ന് അവരാഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ചാൾമെഗൻ്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? ഒരുപാട് സ്കൂളുകൾ, ഒരുപാട് ചർച്ചിനോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് സ്കൂൾ വരിക. കാരണം സ്കൂളിന് തന്നെ ഒരു നിലനിൽപ്പില്ല. മൊണാസ്ട്രിയോട് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ചർച്ചിനോട് ചേർന്നുകൊണ്ടാണ് സ്കൂളുകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നത്. കാരണം മെജോറിറ്റി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും പ്രീസ്റ്റോ അല്ലെങ്കിൽ മോങ്സോ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്കാണ് കൂടുതൽ ടീച്ച് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ചർച്ചുമായിട്ട് ഇതിനെ അസോസിയേറ്റ് ചെയ്യുന്നത്. In these schools, students were required to learn Latin and Greek. The late 11th and 12th century also saw the rise of cathedral schools throughout the Western Europe. അപ്പോൾ ചാൾമെഗനും ഒട്ടോമൻ എംപയറിലെ ഒട്ടോ വണ്ണും ചേർന്ന് രൂപം കൊടുത്ത ഈ ഒരു ചെറിയ ശൃംഖല വളരെ പെട്ടെന്ന് 11th to 12th സെഞ്ചുറി ആയപ്പോഴേക്കും ഓൾ ഓവർ ദി യൂറോപ്പിലേക്ക് പടർന്നു പിടിച്ചു. പള്ളികൾക്കൊപ്പം സ്കൂളുകൾ എന്നുള്ള ആശയം വളരെ കൃത്യമായിട്ട് അവർ നടപ്പിലാക്കി. ദിസ് മാർക്ക്ഡ് ദ ഷിഫ്റ്റ് ഓഫ് ലേണിംഗ് ഫ്രം മൊണാസ്ട്രീസ് ടു കത്തീഡ്രൽ ആൻഡ് ടൗൺസ്. പണ്ട് ആശ്രമത്തിൽ തന്നെ തങ്ങി പഠിച്ചിരുന്ന ആളുകൾ ആശ്രമം വിട്ട് ഒന്നുകിൽ ചർച്ചുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് കത്തീഡ്രലുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മേജർ ടൗൺസിലേക്കൊക്കെ തന്നെ അവിടെയൊക്കെ ഒരു കത്തീഡ്രലോ ഒരു ചർച്ചോ ഉണ്ടായിരിക്കും. അവിടേക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. Cathedral schools were in turn replaced by the universities established in major European cities. ഈ കത്തീഡ്രൽ സ്കൂളുകൾ പിന്നീട് എന്തിനു വഴിമാറി കൊടുക്കേണ്ടി വന്നു? യൂണിവേഴ്സിറ്റികൾക്ക് വഴിമാറി കൊടുക്കേണ്ടി വന്നു. ആദ്യം മൊണാസ്ട്രിയിലൊരു എഡ്യൂക്കേഷൻ, അതാണ് ഏറ്റവും പ്രീ സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് അതിനെ ചർച്ചിലേക്കോ കത്തീഡ്രലിലേക്കോ പറിച്ചു നട്ടു. അവിടെ നിന്ന് ആ വിദ്യാഭ്യാസത്തെ യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ്. The first universities in Europe included the University of Bologna in 1088, the University of Paris in 1150, and the University of Oxford in 1167. Thus, intellectualism emerged slowly out of the Dark Ages. According to Thomas J. Denham, the medieval universities evolved its institutional structure in the 12th century as a result of the following chief elements. അപ്പോൾ 1088 ആദ്യത്തെ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി രൂപം കൊണ്ടു. യൂണിവേഴ്സിറ്റി ഓഫ് ബൊളോഗ്ന ഫ്രാൻസിൽ തന്നെയാണ്. ദെൻ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി ഓഫ് പാരീസ് 1150, 1150. അതിനും ശേഷം 1167
ലോകത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലൊന്നും നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയുമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി രൂപീകൃതമാകുന്നു. അതിന് ഫ്രാൻസുമായിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താണെന്ന് നമ്മൾ അടുത്ത ഭാഗത്തിൽ പറയും. ഒപ്പം തന്നെ 12th സെഞ്ച്വറിയിലാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഒരു യൂണിവേഴ്സിറ്റി സ്ട്രക്ചർ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉണ്ടായി വരുന്നത്. അതിനു വേണ്ട ചില ബേസിക് എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഗ്രോത്ത് ഓഫ് അർബൻ സെൻറ്റേഴ്സ്. ടൗണുകളും സിറ്റീസും കൂടുതലായിട്ട് ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ അവിടെയൊക്കെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ വേണം എന്നുള്ളത് ആളുകളുടെ ഒരു നിർബന്ധമായിട്ട് വരാൻ തുടങ്ങി. ന്യൂ ഇൻവെൻഷൻസ്, പുതിയ കണ്ടെത്തലുകൾ വരുമ്പോൾ അതൊക്കെ യൂണിവേഴ്സിറ്റി പഠനത്തിൻ്റെ ഭാഗമാക്കി തീർത്താൽ വീണ്ടും പുതിയ കണ്ടെത്തലുകളും ഇപ്പം കണ്ടെത്തിയ ഉപകരണത്തിൻ്റെ തന്നെ അല്പം കൂടി അപ്ഡേറ്റഡ് വേർഷൻ ലഭ്യമാക്കാൻ സാധിക്കുമെന്നുള്ള തിരിച്ചറിവാണ് യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാനുണ്ടായ മറ്റൊരു കാരണം. തേർഡ് വൺ, റിവൈവൽ ഓഫ് റോമൻ ലോ. റോമൻ നിയമത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. അതും യൂണിവേഴ്സിറ്റികളും തമ്മിൽ എന്താണ് ബന്ധമുണ്ട്. അതായത് ഈ റോമൻ ലോയിലൂടെ നടപ്പിലാക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ലോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അതിനെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ഇംഗ്ലണ്ടിൻ്റെ ആവശ്യകതയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് യൂണിവേഴ്സിറ്റീസിൽ അതും ഒരു പഠന വിഷയമായിട്ട് മാറുന്നതും അല്ലെങ്കിൽ അത് പഠിപ്പിക്കാൻ ഒരു യൂണിവേഴ്സിറ്റി സിസ്റ്റം വേണം എന്നുള്ള തിരിച്ചറിവാണ് യൂണിവേഴ്സിറ്റികളുടെ തുടക്കത്തിന് കാരണമായത്. റൈറ്റിംഗ്സ് ഓഫ് ഹിപ്പോക്രാറ്റ്സ് ആൻഡ് ഗാലൻ. തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹിപ്പോക്രാറ്റ്സ് ആയിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ അവരുടേതായിട്ടുള്ള റൈറ്റിങ്സ് എഴുതിയപ്പോൾ യഥാർത്ഥ സത്യം എന്ത് എന്ന് ആളുകളെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടാവുകയും അതിനു വേണ്ടി യൂണിവേഴ്സിറ്റീസിന് രൂപം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഗ്രോത്ത് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് ഓഫ് റിലീജിയസ് ഓർഡേഴ്സ്. മതപരമായിട്ടുള്ള പല കാര്യങ്ങളിലും ഒരു ഒത്തൊരുമയിലേക്ക് എത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പലയിടത്തും പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും ആശങ്കകളും നിലനിന്നപ്പോൾ എന്ത് സംഭവിച്ചു? അതിനെ അടിയുറച്ച് നിർത്താനും വിശ്വാസത്തിൽ നിന്ന് ആളുകൾ വ്യതിചലിക്കാതിരിക്കാനും വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റികൾ തുടങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഐഡിയ ഓഫ് ദി കോർപ്പറേഷൻ ആൻഡ് ഗിൽഡ്സ്. ഗിൽഡുകളുടെയും കോർപ്പറേഷനുകളുടെയും ഒക്കെ കടന്നുവരവ് എന്തിന് കാരണമായി? യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവാൻ കാരണമായി എന്നാണ് പറയുന്നത്. കാരണം ഈ കോർപ്പറേറ്റുകൾ ഉണ്ടാകുമ്പോഴും ഗിൽഡുകൾ ഉണ്ടാകുമ്പോഴും അവിടേക്ക് വേണ്ട നിയമ സംവിധാനങ്ങൾ, അവരുടെ അവകാശങ്ങൾ, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്കോളേഴ്സ് ആയിട്ടുള്ള ആളുകൾ അതിലൊക്കെ വേണം. അവരെ വേണമെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ വേണം. അപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം വീണ്ടും കൂടാൻ തുടങ്ങി. ദ പെനട്രേഷൻ ഇൻ ടു വെസ്റ്റേൺ യൂറോപ്പ് ഓഫ് ദി അരിസ്റ്റോട്ടേലിയൻ ആൻഡ് ഗ്രീക്ക് റൈറ്റിങ്സ്. ഗ്രീക്ക് ആൻഡ് അരിസ്റ്റോട്ടിലിനൊക്കെ വലിയ പ്രാധാന്യം ലഭിക്കുന്നു എന്ന് കണ്ടപ്പോൾ അത് യൂറോപ്പിൽ എല്ലായിടത്തും ഒരുപോലെ ലഭ്യമാക്കണം എന്നുള്ള താല്പര്യത്തിൽ നിന്നാണ് യൂണിവേഴ്സിറ്റികൾ ഇത്രയധികം അല്ലെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഉയർന്നു വന്നത്. യൂണിവേഴ്സിറ്റീസ് ആൻഡ് ദെയർ ഗ്രാജുവേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ ഗ്രേറ്റസ്റ്റ് ഇൻ്റലക്ച്വൽ അച്ചീവ്മെൻറ്റ് ഓഫ് ദ മിഡിൽ ഏജ്. ആ കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നേടി മികച്ചവരായിട്ട് അല്ലെങ്കിൽ അറിവ് നേടി പുറത്തു വന്നവരാണ് മിഡീവൽ ഏജിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഏറ്റവും മികച്ചത് എന്ന് പറയാവുന്ന ഒന്നുണ്ടെങ്കിൽ അത് ഈ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ മാത്രമാണ്. The university began in Italy and France in the 12th century with two great universities serving as models for others. The University of Bologna for Southern Europe. ബൊളോഗ്ന ഒരു തെറ്റ് പറ്റിയിരുന്നു, നേരത്തെ ഫ്രാൻസിലെന്ന് പറഞ്ഞിരുന്നു. ബൊളോഗ്ന ഇറ്റലിയിലാണ് യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് ആ ഭാഗം ഫ്രാൻസ് പിടിച്ചെടുക്കുകയും ഫ്രാൻസിൻ്റേതാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇറ്റലിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്തു വെച്ചോളൂ. ഫോർ സദേൺ യൂറോപ്പ് ആൻഡ് ദ യൂണിവേഴ്സിറ്റി ഓഫ് പാരീസ് ഫോർ ദ നോർത്തേൺ യൂറോപ്പ്. അപ്പോൾ യൂറോപ്പിനെ രണ്ട് പാർട്ടാക്കി തിരിച്ചാൽ ആ രണ്ട് പാർട്ടിലും ഉള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ട് രണ്ട്
സൈഡുകളിലായിട്ട് ഓരോ യൂണിവേഴ്സിറ്റികൾ കൊടുത്തിരിക്കുകയാണ്. ബൊളോഗ്നയിൽ വെസ്റ്റേൺ പാർട്ടിലുള്ളവർ സദേൺ യൂറോപ്പിലുള്ളവർ പോകുമ്പോൾ നോർത്തേൺ യൂറോപ്പിലുള്ളവർക്ക് പോകാനായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് പാരീസ്. അല്ലാതെ എല്ലാ രാജ്യക്കാർക്കും ഓരോരോ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടൊന്നും അനുവദിച്ചു കൊടുക്കാനോ ഉണ്ടാക്കാനോ സാധിക്കില്ല. In Paris and Northern Europe, the medieval university emerged out of the more advanced course of instruction evolving within the cathedral church school. In the early years, nearly any academic gathering was commonly referred to as studium, meaning place of study. അപ്പോൾ ഈ പറയുന്ന നോർത്തേൺ സൈഡിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് പാരീസിലെ കത്തീഡ്രൽ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന രീതിയിലുള്ള പാഠ്യവിഷയങ്ങളും അതിൻ്റെ ഒരു എക്സ്റ്റൻഷനുമാണ് കൂടുതലായിട്ടും നടന്നിരുന്നത്. എവിടെയൊക്കെ അക്കാഡമിക് ഗ്യാതറിംഗ് ഉണ്ടോ അതിനെയൊക്കെ വിളിച്ചിരുന്ന പേരാണ് സ്റ്റുഡിയം. സ്റ്റുഡിയം മീൻസ് എ പ്ലേസ് ഫോർ സ്റ്റുഡൻസ് ഓർ സ്റ്റഡി. When the cathedral schools attracted sufficient teachers and students, the term studium generale came into usage. It was only in the 15th century that term universitas referring to a corporation. ആദ്യകാലത്തൊക്കെ സ്റ്റുഡിയം എന്നുള്ള പേരിലാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റികൾ പോലും അറിയപ്പെട്ടിരുന്നത്. ഏകദേശം 15-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ഇതിന് ഇത്തരത്തിലൊരു പേര് കിട്ടുന്നത്. ഇറ്റ് വാസ് ഓൺലി ഇൻ ദ 15th സെഞ്ച്വറി. യൂണിവേഴ്സിറ്റാസ് എന്നുള്ള പേരിൽ അതിനൊരു കോർപ്പറേഷനായിട്ട് കണക്കാക്കുന്നത് പിന്നീടാണ്. വാസ് യൂസ്ഡ് ടു എക്സ്ക്ലൂസീവ്ലി സജസ്റ്റ് എ ടീച്ചിങ് ലേണിംഗ് കമ്മ്യൂണിറ്റി. പാരീസ് യൂണിവേഴ്സിറ്റി ഇവോൾവ്ഡ് ഇൻ ടു ദ സുപ്രീം സെൻറ്റർ ഓഫ് സ്റ്റഡി ഓഫ് dialectic and theology because of the outstanding teaching of masters like William Champoux, Roger Bacon, Thomas Aquinas and Peter Abelard. യൂറോപ്പിലെ തന്നെ ഏറ്റവും മികച്ച ഡയലക്റ്റിക് ആൻഡ് തിയോളജി യൂണിവേഴ്സിറ്റി ആയിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് പാരീസ് മാറി. അതിൻ്റെ കാരണം ഒരുപാട് മികച്ച അധ്യാപകരെ സേവനം അവർക്ക് ലഭ്യമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നീട് എന്തുകൊണ്ട് ഈ പാരീസിലെ യൂണിവേഴ്സിറ്റിയിലാണ് ആര് പഠിക്കേണ്ടി വരിക? ഇംഗ്ലണ്ടിലുള്ള സ്റ്റുഡൻസ് പഠിക്കേണ്ടി വരിക. കാരണം അവരെല്ലാവരും നോർത്തേൺ പാർട്ടിലാണ് യൂറോപ്പിൻ്റെ. അവർക്ക് പോകാനുള്ള യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് പാരീസ്. പിന്നെ എന്തുകൊണ്ട് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഓരോ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ് were the earliest imitators of Paris University pattern. It has been often said that what was read and taught at Paris was also read and taught at Oxford, especially theology. ശരിക്കും പാരീസ് യൂണിവേഴ്സിറ്റിയെ അതേപടി ഇമിറ്റേറ്റ് ചെയ്തിരുന്ന രണ്ട് പേരാണ് ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും. അവർക്ക് പുതിയതായിട്ടൊന്നും തന്നെ പഠിപ്പിക്കാനില്ല. അവിടെ എന്താണോ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള ടീച്ചേഴ്സ് എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയോ അതിൻ്റെ ആവർത്തനമോ ആണ് ഇവരെ ഇവിടെ ചെയ്യുന്നത്. വേറെ മാർഗമില്ല ഇവരെ സംബന്ധിച്ച്. കാരണം എന്താ, അത് ഈ യൂണിവേഴ്സിറ്റി ഓഫ് പാരീസിൽ പഠിപ്പിക്കുന്നതാണ് അന്നത്തെ ഏറ്റവും മികച്ച തിയോളജി. ആ തിയോളജി റിപ്പീറ്റ് ചെയ്യല്ലാതെ ഇവർക്ക് പുതിയൊരു തിയോളജി ഉണ്ടാക്കാനൊന്നും പറ്റില്ല. കാരണം ഇവരാണ് ഏറ്റവും അവസാനങ്ങളിൽ വന്നിട്ടുള്ളത്. അതായത് ഈ രണ്ട് യൂണിവേഴ്സിറ്റികളെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള രണ്ട് യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റികൾ എപ്പോഴും മറ്റൊന്നിൻ്റെ ഇമിറ്റേഷൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇവിടെ പഠിപ്പിക്കുന്ന രീതികൾ പോലും സെയിം ഇൻ ദി യൂണിവേഴ്സിറ്റി ഓഫ് പാരീസ്. അതാണ് ഏറ്റവും വലിയ ഡീമെറിറ്റായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്. പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫ്രാൻസ് ആൻഡ് ഇംഗ്ലണ്ട് resulted in a great migration of theological students back to England at Oxford. 1167 ഫ്രാൻസിൽ രാജാവായിരുന്ന വ്യക്തി ഇംഗ്ലീഷ് സ്റ്റുഡൻസിനോട് ഇവിടെ തുടരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ സമയത്താണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് രൂപം കൊടുക്കുന്നതും ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്ക് അവരുടെ സ്വന്തം യൂണിവേഴ്സിറ്റി എന്ന പേരിൽ ഓക്സ്ഫോർഡിൽ
പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. അതുവരെ അവരൊക്കെ പോയിരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് പാരീസിലാണ്. പക്ഷെ അവിടേക്ക് ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. ആസ് ദി ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ഇംഗ്ലണ്ട്, Oxford is a unique and historic institution. Oxford University was modeled on the University of Paris with initial faculties of theology, law, medicine, and liberal arts. There is no clear date of foundation, but teaching existed at Oxford in some form in 1096 and developed rapidly from 1167. 1167 അതൊരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ രീതിയിലേക്ക് ഉയർന്നു വന്നത്. അതിന് മുൻപ് അവിടെ പഠനം ഉണ്ടായിരുന്നു. 1096 മുതൽ തൊട്ടേ പാഠ്യ വിഷയങ്ങളുണ്ടായിരുന്നു. അവിടെ വിദ്യാർത്ഥികൾ വന്ന് പഠിച്ചിരുന്നു എന്നുള്ളതിനൊക്കെ തെളിവുണ്ട്. പക്ഷേ ഒരു യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് അത് ഉയർന്നു വന്നത് 1167. അതിൻ്റെ കാരണം പറയുന്നു, വെൻ ഹെൻറി സെക്കൻഡ് ബാൻഡ് ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ഫ്രം അറ്റൻഡിങ് ദ യൂണിവേഴ്സിറ്റി ഓഫ് പാരീസ്. Less than a century later, Oxford achieved eminence above every other seat of learning in the country and had won the prizes of popes, kings, and sages by virtue of its antiquity, curriculum, doctrine, and privileges. 1167 ചില ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് ഇംഗ്ലണ്ടിലെ വിദ്യാർത്ഥികൾ ഫ്രാൻസിൽ പോയി പഠിക്കണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിൽ ആരംഭിച്ച ഒരു യൂണിവേഴ്സിറ്റി, അതാണ് ഓക്സ്ഫോർഡ്. അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള പഠന വിഷയങ്ങളും പഠിപ്പിക്കുന്നവരും ഒക്കെ എവിടെ നിന്നുള്ളവരാണ്? യൂണിവേഴ്സിറ്റി ഓഫ് പാരീസിൽ നിന്നുള്ളവരാണ്. എന്നിട്ട് പോലും പിന്നീട് വലിയ രീതിയിലുള്ളൊരു റെക്കഗ്നിഷൻ കിട്ടുന്ന യൂണിവേഴ്സിറ്റി ആയിട്ടും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളുടെ പട്ടികയിലേക്ക് ഇന്നും നിലനിൽക്കാൻ ഓക്സ്ഫോർഡിന് കഴിയുന്നുണ്ട് എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൂനെ, അവിടെ നിർമ്മിക്കുന്ന നമ്മളുടെ രാജ്യം വികസിപ്പിച്ചെടുത്ത അല്ലെങ്കിൽ നമ്മളുടെ രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന കോവിഡ് വാക്സിൻ ആരുമായിട്ടുള്ള ടൈപ്പാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ടൈപ്പാണ്. അതിൻ്റെ എങ്ങനെ അത് ഉൽപ്പാദിപ്പിക്കണം എന്ന് കണ്ടെത്തിയത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും, അതിനുള്ള കെമിസ്ട്രി, അതിൻ്റെ രസതന്ത്രം കണ്ടെത്തിയത് അവരും, അത് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇന്ത്യയിലെ പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ്. അപ്പോൾ ഇന്നും അവരുടെ പ്രാധാന്യം അവസാനിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. In 1355, Edward III paid tribute to the university for its invaluable contribution to learning. എഡ്വേർഡ് തേർഡിൻ്റെ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ളൊരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ അവർക്കൊരു അംഗീകാരം കൊടുക്കുകയാണ്. ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിലേക്ക് അവരെ രാജാവ് ഹോണർ ചെയ്യാണ്. ഫ്രം ഇറ്റ്സ് ഏർലി ഡേയ്സ്, ഓക്സ്ഫോർഡ് വാസ് സെൻറ്റർ ഓഫ് ലൈവ്ലി കോൺട്രവേഴ്സി with scholars involved in religious and political disputes. John Wycliffe, a 14th century master of Balliol, campaigned for a Bible in vernacular against the wishes of papacy. 14ാം നൂറ്റാണ്ടിലെ നമ്മൾ മുൻപേ പഠിച്ചിരുന്നു ജോൺ വൈക്ലിഫ്, ദ മോർണിംഗ് സ്റ്റാർ ഓഫ് റിനൈസൻസ് എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം ഒരു പുതിയ ബൈബിള് ഇൻ വെർനാക്കുലർ ലാംഗ്വേജ്, അതായത് അന്ന് ലാറ്റിനിലും മാത്രം ലഭ്യമായിരുന്ന ബൈബിളിന് ഒരു ഇംഗ്ലീഷ് വേർഷൻ വേണമെന്നും സാധാരണക്കാരായിട്ടുള്ള ഇംഗ്ലീഷ് ജനതയ്ക്ക് ബൈബിൾ വായിക്കാനുള്ള അവസരം ലഭിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ബൈബിൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഓക്സ്ഫോർഡ് ബിക്കെയിം ആൻ ഇൻ്റർനാഷണൽ ഫോക്കസ് ഫോർ ലേണിംഗ് ആൻഡ് എ ഫോറം ഫോർ ഇൻ്റലക്ച്വൽ ഡിബേറ്റ്. The new learning of the Renaissance greatly influenced Oxford from the late 15th century onwards. 15ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുണ്ടായ റിനൈസൻസ് ഏറ്റവും കൂടുതൽ പ്രകടമായിട്ടുള്ള പ്രതിഫലനം ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. പ്രത്യേകിച്ച് ഓക്സ്ഫോർഡ് മൊമെൻ്റ് എന്ന പേരിൽ
ഒരു സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കാനൊക്കെ അത് പിന്നീട് കാരണമായി തീർന്നു. Among university scholars of the period were William Greichen, who contributed to the revival of Greek language studies, and John Colet, the noted biblical scholar and friend of Erasmus, a key figure in humanism. ഓക്സ്ഫോർഡിൻ്റെ സംഭാവനയായിട്ടുള്ള ചില പ്രധാന വ്യക്തിത്വങ്ങളുടെ പേരുകളാണ് പറഞ്ഞത്. ഒന്ന് വില്യം ഗ്രോക്കൻ, അദ്ദേഹം ഗ്രീക്ക് ലാംഗ്വേജിലും ഗ്രീക്ക് സ്റ്റഡീസിലൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുകയും ഒരുപാട് എഫേർട്ട് എടുക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ്. അതുപോലെ തന്നെ ജോൺ കൊളറ്റ്, അദ്ദേഹം ബിബ്ലിക്കൽ സ്കോളറാണ്. ബൈബിളിനെ കുറിച്ച് വിശദമായിട്ട് പഠനം നടത്തി അതിൻ്റെ സാധ്യതകളെയൊക്കെ വിശകലനം ചെയ്ത ആളാണ് ജോൺ കൊളറ്റ്. ദെൻ എറാസ്മസ്, അദ്ദേഹം ഹ്യൂമാനിസം എന്ന വിഷയത്തെക്കുറിച്ച് ഒരുപാട് പഠിക്കുകയും ഒരുപാട് പേരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഒരുപാട് കോൺട്രിബ്യൂഷൻ ഹ്യൂമാനിസം എന്ന മേഖലയ്ക്ക് നൽകിയ വ്യക്തിയാണ്. ഡ്യൂറിങ് ദ ഏർലി ഹിസ്റ്ററി ഓഫ് ഓക്സ്ഫോർഡ്, ഇറ്റ്സ് റെപ്യൂട്ടേഷൻ വാസ് ബേസ്ഡ് ഓൺ തിയോളജി ആൻഡ് ലിബറൽ ആർട്സ്. But the university also gave more serious importance to the physical sciences than did the Paris University. Roger Bacon, after leaving Paris, conducted his experiments and lectured Oxford from 1247 to 1257. Oxford houses two renowned scholarly institutions, the Bodleian Library and Ashmolean Museum of Art and Archaeology, as well as Museum on the History of Science. The Oxford University Press, established in 1478, is one of the largest and most prestigious university publishers in the world. അപ്പോൾ റോജർ ബേക്കൻ കൊണ്ടുവന്ന പുത്തൻ പഠന രീതിയും അതുപോലെ തന്നെ ഈ പറയുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ വലിയ കോൺട്രിബ്യൂഷൻ എന്ന് കണക്കാക്കപ്പെടുന്ന ബോഡ്ലീനിയൻ ലൈബ്രറിയും അതുപോലെ തന്നെ ആഷ്മോലിയൻ മ്യൂസിയവും രണ്ടും ചരിത്രത്തിനും ഒപ്പം തന്നെ ലിറ്ററേച്ചറിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കോൺട്രിബ്യൂഷൻ തന്നെയാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് 1478 സ്വന്തമായിട്ടൊരു യൂണിവേഴ്സിറ്റി പ്രസ് സ്ഥാപിക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി പബ്ലിഷേഴ്സായിട്ട് മാറാൻ ഓക്സ്ഫോർഡിന് കഴിഞ്ഞു എന്നുള്ളതും വലിയ നേട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി കേംബ്രിഡ്ജ്. The start of Cambridge University is generally taken as 1209, when scholars from Oxford migrated to Cambridge to escape Oxford's right of town and gown, townspeople versus scholars. 1209 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വലിയൊരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. വിപ്ലവം ഇത്രയേ ഉള്ളൂ, ഓക്സ്ഫോർഡ് ടൗണിലുള്ളവരും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വന്ന് പഠിക്കുന്നവരും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ടൗണിലുള്ളവരാണോ സ്കോളേഴ്സാണോ മികച്ചവർ, അല്ലെങ്കിൽ ആരാണ് ഈ ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്തിന് ഏറ്റവും ആവശ്യമുള്ളത് എന്നുള്ള രീതിയിൽ അവർ രണ്ടു കൂട്ടരും തമ്മിലൊരു തർക്കം ഉണ്ടായി. അപ്പോൾ സ്കോളേഴ്സും ഈ ടൗണിൽ ജീവിക്കുന്നവരും തമ്മിൽ ശക്തമായിട്ടുള്ള വാക്പോരും കലാപങ്ങളും ഒക്കെ നടക്കാൻ തുടങ്ങിയപ്പോൾ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് പേര് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് കേംബ്രിഡ്ജിൽ വന്ന് ചേർന്നു. In 1318, Cambridge received formal recognition as a studium generale from Pope John XXII. Cambridge has a reputation for scientific and mathematical learning, in contrast to the classical heritage of Oxford. ജോൺ 22 മാർപ്പാപ്പ അവർക്ക് സ്റ്റുഡിയം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പ്ലേസ് ഫോർ സ്റ്റഡി എന്നുള്ള രീതിയിൽ
ഒരു റെക്കഗ്നേഷൻ 1318 കൊടുത്തു. കാരണം ഓക്സ്ഫോർഡിലെ പ്രശ്നം തീർന്നിട്ടില്ല. അപ്പോൾ അവിടെയുള്ള സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനൊരു സ്ഥലം വേണമെന്നുള്ള രീതിയിൽ ഇവരാണ് സ്ഥലം കൊടുത്തതും ഇവിടെ ഒരുപാട് പേര് വന്ന് പഠിക്കുകയും ചെയ്തപ്പോൾ അതിനൊരു ഇൻ്റർനാഷണൽ റെക്കഗ്നിഷൻ കൊടുത്തു. ഒപ്പം തന്നെ കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡിൻ്റെ അതേ ഹെറിറ്റേജ് പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ മാത്തമാറ്റിക്കൽ ആൻഡ് സയൻറ്റിഫിക് വിഷയങ്ങളെ കേംബ്രിഡ്ജിൽ കൈകാര്യം ചെയ്തിരുന്നു. To conclude the scholasticism, cathedral schools and later the establishment of universities had awakened the intellectual life of Western Europe. നമ്മൾ യൂറോപ്പിലെ ഒരു സ്കോളാസ്റ്റിസം, അതായത് ഒരു പണ്ഡിത വിഭാഗത്തെക്കുറിച്ചൊരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജ് എടുത്തത് എപ്പോഴും ആരാണ്? ഈ പറയുന്ന കത്തീഡ്രൽ സ്കൂളുകളാണ്. അവിടെ നിന്നാണല്ലോ സ്റ്റഡീസ് ആരംഭിക്കുന്നത്. അവിടെ ഈ 7 വിഷയങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അവർ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് യൂറോപ്പിൽ വഹിച്ചത്. ഇൻ ഇംഗ്ലണ്ട് ദ ഡിസിമിനേഷൻ ഓഫ് നോളജ് ആൻഡ് റാഷണൽ തിങ്കിങ് ഗ്രേറ്റ്ലി ഓവ്ഡ് ടു ദി യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു രീതിയിലേക്ക് പഠനം മാറാനും ഇംഗ്ലണ്ട് ഒരു റാഷണൽ തിങ്കിങ്ങിലേക്ക് കടന്നു വരാനുമുണ്ടായ പ്രധാന കാരണം ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റീസാണ്. ഒരു പക്ഷേ പാരീസിലെ പ്രശ്നത്തിൻ്റെ പേരിൽ പഠിക്കാനൊരു സ്ഥലമില്ലാതിരുന്ന സമയത്ത് ഈ 2 യൂണിവേഴ്സിറ്റികൾ ഉണ്ടായില്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുപക്ഷെ രൂപപ്പെട്ടേനെ. പക്ഷെ അതില്ലാതെ നോക്കാൻ ഇംഗ്ലണ്ടിന് സാധിച്ചു. 2 പുതിയ യൂണിവേഴ്സിറ്റികൾ തുടങ്ങി. 2ഉം ലോക ശ്രദ്ധയെ പിടിച്ചുപറ്റിയ മികച്ച യൂണിവേഴ്സിറ്റികളായിട്ട് ഇന്നും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപക്ഷെ യൂണിവേഴ്സിറ്റി ഓഫ് പാരീസിനെ കോപ്പിയടിച്ചു വന്ന ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജും പിന്നീട് യൂണിവേഴ്സിറ്റി ഓഫ് പാരീസിനേക്കാൾ മുകളിൽ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ആൻറ്റി ക്ലറിക്കൽ മൂവ്മെൻ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ക്ലർജി പീപ്പിളിന് എതിരായിട്ട് സമൂഹം തിരിയുകയും ആ സമൂഹം തിരിഞ്ഞതിന് നേതൃത്വം കൊടുക്കാൻ ജോൺ വൈക്ലിഫ് എന്ന് പറയുന്ന വ്യക്തി കടന്നു വരികയും അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം ഇംഗ്ലണ്ടിലെ ക്ലർജിക്ക് അല്ലെങ്കിൽ എക്ലസിയാസ്റ്റിക്കൽ സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റം എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലൊരു ദിവസവും തുടർന്നുള്ള ദിവസങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.